സ്ഥലത്ത് വെച്ചും വിളിച്ചു തേടാൻ പാടില്ല. അത് വിജനപ്രദേശത്താണെങ്കിലും ജനനിബിഡമായ സ്ഥലത്ത് വെച്ചാണെങ്കിലും ഒരു മലക്കിനോടും സഹായം തേടിക്കൂടാ, ഒരു ജിന്നിനോടും സഹായം തേടിക്കൂടാ, ഒരാളോടും സഹായം തേടിക്കൂടാ. ഇസ്ലാം പഠിപ്പിക്കുന്ന ആ കൃത്യമായ നിയമത്തിനെതിരെ ഇനിയും പ്രചരണങ്ങൾ നിർത്തൂ. അതേ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നാം കൃത്യമായി നമ്മുടെ ആദർശം നമുക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞു ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ. നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. എന്നിട്ട് പിന്നെ എന്തിന് തർക്കിക്കണം മുസ്ലിമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാലല്ലേ അതിന്റെ പേരിൽ ചർച്ച വേണ്ടതുള്ളൂ. യാ ഇബാദല്ലാഹ് അഈനൂനി, വിജനപ്രദേശത്തെത്തുമ്പോ ജിന്നുകളെ എന്നെ സഹായിക്കണേ, അതല്ലെങ്കിൽ മലക്കുകളെ സഹായിക്കണേ, അടിമകളെ എന്ന് വിളിച്ച് തേടിയാൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഗവേഷണം നടത്തി സമയം കളയണം സഹോദരാ? ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ. സ്വഹീഹല്ലാത്ത ഒരു ഹദീസിന്റെ പേരിൽ എന്തിന് ചർച്ച ചെയ്ത് സമയം കളയണം? ഒരു സ്ഥലത്ത് വെച്ചും ജിന്നിനോട് ചോദിച്ചുകൂടാ, തേടിക്കൂടാ, പ്രാർത്ഥിച്ചുകൂടാ, സഹായം തേടിക്കൂടാ. അത് വിജനപ്രദേശത്താവട്ടെ ജനനിബിഡ പ്രദേശത്താവട്ടെ, ഇനിയും ഇക്കാര്യത്തിൽ വസുവാസ് വേണ്ട. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂല, സഹായം ചോദിക്കാൻ പറ്റൂല, എന്നാ പിന്നെ ചോദിക്കാൻ പറ്റോ ഇല്ലേ എന്നൊന്നും ഇനി ആരും തർക്കിക്കരുത്. എന്തിനു തർക്കിക്കണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ആ വിഷയത്തിൽ ഉണ്ടെങ്കിലല്ലേ തർക്കം വേണ്ടത്. ഇല്ലല്ലോ, അവിടുന്ന് പഠിപ്പിച്ചതിൽ സ്വഹീഹില്ലല്ലോ. പിന്നെ ഒന്ന് സങ്കൽപ്പിച്ച് എന്തിന് ചർച്ച ചെയ്യണം? അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട്. യാ ഇബാദല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാലല്ലേ അതിന്റെ പേരിൽ ചർച്ച വേണ്ടതുള്ളൂ. യാ ഇബാദല്ലാഹ് അഈനൂനി, വിജനപ്രദേശത്തെത്തുമ്പോ ജിന്നുകളെ എന്നെ സഹായിക്കണേ, അതല്ലെങ്കിൽ മലക്കുകളെ സഹായിക്കണേ, അടിമകളെ എന്ന് വിളിച്ച് തേടിയാൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഗവേഷണം നടത്തി സമയം കളയണം സഹോദരാ? ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ. സ്വഹീഹല്ലാത്ത ഒരു ഹദീസിന്റെ പേരിൽ എന്തിന് ചർച്ച ചെയ്ത് എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കണം.